നമസ്കാരം, നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തേക്കണ കലവ മീനാണ്. ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് തലയൊക്കെ കളഞ്ഞ് മുള്ളൊക്കെ വെട്ടി നമുക്ക് നുറുക്കി കഷ്ണങ്ങളായിട്ട് എടുക്കാം. നമുക്ക് കുടംപുളി ഇട്ട് വറ്റിച്ചെടുക്കാം. അപ്പം മീനിൻ്റെ മുള്ളൊക്കെ വെട്ടി തൊലിയൊക്കെ പൊളിച്ച് നുറുക്കി കഴുകി എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം. നമ്മൾ അടപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, സവാള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വഴന്ന ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും വേപ്പിലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 25 മിനിറ്റോളം അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചാറൊക്കെ ഒന്ന് വറ്റിയൊന്ന് നോക്കാം. നമ്മുടെ കൂട്ടാത്തിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇത് ശകലം കൂടി വറ്റിയിട്ട് നമുക്ക് ഇറക്കാം.
നന്നായിട്ട് ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ചാറ് പറ്റിയെന്നൊന്ന് നോക്കാം. ഇപ്പൊ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഇറക്കാം. അപ്പൊ നമ്മുടെ കലവക്കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും പുളി എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.